ഹലോ, ഗുഡ് മോർണിംഗ്. മക്കളെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇലാസ്റ്റിക് നെക്ക് ലൈൻ വെച്ചിട്ടുള്ള ടോപ്പ് അല്ലെങ്കിൽ റെഗുലർ നെക്ക് വെച്ചിട്ടുള്ള ഒരു ടോപ്പിനെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് കുറച്ചുകൂടി വലിയൊരു മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. ഏകദേശം ഒരു 10 to 12 ഇയേഴ്സ് ഓൾഡുള്ള ഒരു കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ഇന്നത്തെ ടോപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് കൺസ്ട്രക്ഷന് ശേഷമുള്ള ലെങ്ത് വരേണ്ടത് നമുക്ക് 19 ഇഞ്ചസ് കിട്ടണം. ചെസ്റ്റ് വരുന്നത് 28 ആണ്. ആം ഹോൾ വരുന്നത് 14 ആണ്. ഇത് കറക്റ്റ് മെഷർമെന്റ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ ഈസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മെഷർമെന്റ്സ് മാത്രമേ വേണ്ടൂ. ഇന്ന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇപ്പോൾ ബിഗിനേഴ്സിനായാലും ആർക്കായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാൽക്കുലേഷൻ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് ഒരു ടോപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിതിൽ ഡ്രാഫ്റ്റിംഗ് ഇടുന്നില്ല, അതുപോലെ തന്നെ പാറ്റേൺസും ചെയ്യുന്നില്ല. നമ്മൾ നേരിട്ട് ഇന്ന് ഗാർമെന്റിലേക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ക്ലോത്തിലേക്ക് പോകാം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഹലോ മക്കളെ, അപ്പം നമ്മൾ ഈ ക്ലോത്തിലാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊരു കോട്ടൺ ഫാബ്രിക് ആണ്. ഞാനിത് 2 ലെയറിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ, 2 ലെയറിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീതിയും നീളമൊക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 20 ഇഞ്ചസ് ആണ് കേട്ടോ. 20 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. 20 ഇഞ്ച് ലെങ്ത് ഉണ്ട്. വിഡ്ത്ത് വരുന്നത് 28 ഇഞ്ച് ഉണ്ട് കേട്ടോ. 28 ഇഞ്ച് ഓൾറെഡി ഒരു പീസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 2 പീസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 20 ഇഞ്ച് ലെങ്ത്തും 28 ഇഞ്ച് വിഡ്ത്തും ഉള്ള 2 പീസസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 28 ഇഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് അത്രയ്ക്കും വേണമെന്നില്ല കേട്ടോ. ഇപ്പം നമ്മളുടെ മൊത്തം വരുന്നത്, അതായത് കുട്ടിയുടെ മൊത്തം ചെസ്റ്റ് വരുന്നത് 28 അല്ലേ. അപ്പം നമുക്കൊരു 1 സൈഡിലേക്ക് ഒരു 6 ഇഞ്ച് ടോട്ടൽ ഓൾ ഓവർ നമുക്കൊരു 12 ഇഞ്ച് ലൂസൊക്കെ ഉണ്ടായാലും മതി. പക്ഷേ ഇത് കോട്ടൺ ഫാബ്രിക് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോട്ടൺ ഫാബ്രിക് ആണ്, വളരെ തിന്നായിട്ടുള്ള ഫാബ്രിക് ആണ്. ഒരു പക്ഷേ ചുരുങ്ങാനുള്ള സാധ്യതയും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഇത് ഇലാസ്റ്റിക് ടോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ചുളിവ് കിടന്നാലും അതൊരു അഭംഗി ആയിരിക്കില്ല. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 27 or 26 ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തുണി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ഒരു ടേണിങ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് അസിമെട്രിക്കലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം മെഷർ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഫോൾഡിൽ കിടക്കുമ്പോൾ, അതായത് ഇത് ഫോൾഡിങ് സൈഡ് ആണ്. 4 ഫോൾഡിൽ കിടക്കുന്ന സമയത്ത് ഇതാ 2 4. ഓക്കെ, 4 ഫോൾഡിൽ കിടക്കുന്ന സമയത്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് 12.5 കേട്ടോ. ലെങ്ത് വരുന്നത് 20. ഇനി നമുക്ക് വേണ്ടത്, ഈ ടോപ്പിന് നമ്മൾ വേറെ കട്ടിങ്സ് ഒന്നും ഇല്ല. നമുക്ക് ഈ ആം ഹോൾ മാത്രമാണ് ഒന്ന് കട്ട് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അതെങ്ങനെയാണ് ആം ഹോൾ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആം ഹോൾ മെഷർമെന്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നോക്കൂ. ആം ഹോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് 14 ആണ് കേട്ടോ. അപ്പോൾ ആം ഹോൾ കിട്ടിയത് 14 ആണ്. അതിന് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. നമുക്കറിയാവുന്നതാണല്ലോ. 14 ഡിവൈഡഡ് ബൈ 2 കിട്ടുമ്പോൾ 7. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 7 എന്ന് പറഞ്ഞാൽ ഈ 7നെയാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ മുകളിൽ നിന്നൊരു 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്ന ദൂരം, ഉള്ളിലേക്ക് ആം ഹോളിന് വേണ്ടി എടുക്കുന്ന ദൂരം 2.5 ആണ് കേട്ടോ. ആം ഹോളിൻ്റെ ഷേപ്പ് എടുക്കുന്നത് 2.5 ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങോട്ട് 7 ആണ്. പക്ഷേ ഇതാണ് നോർമലി നമുക്ക് വരുന്നത്. പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇലാസ്റ്റിക് ടോപ്പാണ്, അതുകൊണ്ട് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മളൊരു 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മടക്കി അടിക്കും. ഓക്കെ, അപ്പോൾ ഈ 1.5 ഇഞ്ചിൻ്റെ കുറവുകൂടെ ആം ഹോളിലേക്ക് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ആം ഹോൾ എടുക്കുമ്പോൾ നമ്മൾ ഈ 7 ഇഞ്ച്, അതായത് ആം ഹോൾ ബൈ 2, അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് മുകളിൽ എത്ര വിഡ്ത്തിനാണ് നമ്മൾ മടക്കി അടിക്കുന്നത്. അത് ചിലർ 1 ഇഞ്ച് ആയിരിക്കാം, ചിലർ 1.5 ഇഞ്ച് ആയിരിക്കാം, ചിലർ 2 ഇഞ്ച് ആയിരിക്കാം. അതിലിവിടെ മടക്കി അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര ഇഞ്ചാണോ അത്രയും ഇഞ്ച് ലെങ്ത് താഴേക്ക് കൂട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. 1.5 ആണ്. അപ്പോൾ ആ 1.5 ഇവിടെ താഴേക്ക് ഞാൻ കൂട്ടിയെടുക്കാണ്. എന്നാലല്ലേ നമുക്കിത് മുകളിൽ, അതായത് സ്ലീവിൻ്റെ മുകളിലും അതുപോലെ തന്നെ നെക്കിൻ്റെ മുകളിലും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് നമുക്ക് മടക്കി അടിക്കണം.
അപ്പം അങ്ങനെ വരുമ്പോൾ ആം ഹോൾ കറക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1.5 ഇഞ്ച് താഴേക്ക് എടുക്കുന്നത് കേട്ടോ. ആ 1.5 ഇഞ്ചിൽ നിന്നാണ് ഞാനൊരു 2.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇത് 2 എടുത്താലും മതി കേട്ടോ, 2.5 മസ്റ്റ് അല്ല, 2 എടുത്താലും അത് കറക്റ്റ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ മുകളിലേക്ക്. ഇപ്പം നമ്മുടെ ഇപ്പം നമ്മൾ മൊത്തം ആം ഹോളിൽ നിൽക്കുന്നത് 8.5 ഇത് 7 പ്ലസ് ഇത് 1.5 കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ കർവ് വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഇതാണ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത്. ഈ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ബോഡിയിൽ നിന്ന്. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇത് 2.5 പകരം വേണമെങ്കിൽ 2 എടുത്താലും മതി കേട്ടോ. ചെറിയ കുട്ടിയായതുകൊണ്ട് 2 എടുത്താലും മതി. അതല്ല ഇപ്പോൾ ഇതിപ്പോൾ XXL XXL സൈസിലേക്കൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ 2.5 3 എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ആവറേജ് ലെവലിലാണ് 2.5 എടുക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് തീരെ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ഡിസ്റ്റൻസ് കുറച്ചെടുക്കുക. വല്ലാതെ വലിയവർക്ക് അതായത് 3X XXL പിന്നെ അപ്പുറം XXL 4XL 5XL ഒക്കെ വരുമ്പോൾ ഇത് 3 ഇഞ്ചിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കിയെടുക്കാം കേട്ടോ. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട്, ഇതിനെ മാറ്റി വയ്ക്കാം. ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ടോപ്പ് പോർഷനിൽ കട്ടിങ്സ് ഒന്നും ഇല്ല. എനിക്കിപ്പോൾ ഒരു 20 ഇഞ്ച് ലെങ്തേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമുക്ക് ആവശ്യമുള്ള ലെങ്ത് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ അടിഭാഗം ഒന്നുകിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് വിടാം, അതർവൈസ് നമുക്ക് അടിഭാഗത്തും ഇലാസ്റ്റിക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്യാനൊന്നുമില്ല. ഇതിലാകെ ആം ഹോൾ മാത്രമാണ് ഇനി ഇതിൽ കട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഫോൾഡ് ചെയ്യാം കേട്ടോ. ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്കിനി സ്ലീവ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവിന് എടുത്തിട്ടുള്ള ക്ലോത്ത്. ഇതിപ്പോൾ 4 ഫോൾഡിലാണ് കിടക്കുന്നത് കേട്ടോ. ഈ തുണി 4 മടക്കിലാണ് കിടക്കുന്നത് കണ്ടോ, 4 ഫോൾഡിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും എത്രയാണെന്ന് നോക്കാം. ഇതാണ് ലെങ്ത് വൈസ്, ഇതാണ് വിഡ്ത്ത് വൈസ്. ഇവിടെയാണ് ഫോൾഡിങ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചസ് ആണ്, വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചസ് ആണ്. അപ്പോൾ അതായത് ഒരു സ്ലീവിന് നമ്മുടെ ആം ഹോൾ 14 ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ 7 ആണ്. ഇതാണ് ഫോൾഡിങ് സൈഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പൺ ആയി കിടക്കുന്ന സൈഡ് ഉണ്ടല്ലോ, ആ വശത്ത് നമ്മൾ നേരത്തെ വെട്ടി വെച്ചെന്ന് ഒരു ആം ഹോൾ കട്ട് ചെയ്ത പീസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം പീസ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം ഇതിനോട് ചേർത്ത് വരച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് മാത്രം. നമ്മൾ വെറുതെ മെഷർ ചെയ്യാനും ഇതാവാനൊന്നും നിൽക്കണ്ട. ഇതാകുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവാണ്, നമുക്ക് ഈ ഭാഗം ഇനി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ ആം ഹോൾ രണ്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്ലീവാണ്, ഇതാണ് നമ്മളുടെ ബോഡി പാർട്ട് വരുന്നത്. അതായത് ടോപ്പിൻ്റെ അടിഭാഗത്ത് ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഒരു 20 ഇഞ്ച് ലെങ്ത്തിൽ 3 പീസ് എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു 50 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് ആവശ്യമുള്ളൂ. XXL നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. സ്ലീവിൻ്റെ ആം ഹോളിലാണ് ഇത് അടിഭാഗമാണ്. ഈ അടിഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ ഇതിനെ നമുക്ക് നിവർത്തിയിട്ടിട്ട് ഇത് ചീത്ത വശമാണ് തുണിയുടെ, അപ്പുറം നല്ല വശമാണ്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് ഒരു 2.5 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ലൈൻ വഴി കണക്ട് ചെയ്യാം. ഈ 2.5 ഇഞ്ചിലേക്ക് ഈ നമ്മൾ അടിഭാഗം ചെറുതായിട്ടൊന്ന് ഹെം ചെയ്തിട്ട് ഇത് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഒരു ചെറുതായിട്ടൊന്ന് ഒരു 1/4 ഇഞ്ച് തുമ്പൊന്ന് മടക്കിയതിന് ശേഷം പിന്നെ തുണീനെ മടക്കി നമ്മൾ ഈ 2.5 ഇഞ്ചിലേക്ക് ഈ ലൈനിലേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അടിഭാഗം ഇപ്പം നമ്മൾ ലൈനിലേക്ക് കണക്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് ഏറ്റവും താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ വീണ്ടും നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. ഇതൊരു ഗാദറിങ് പോലെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം.
അറ്റം വരെ മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ചിൽ കൂടെ നമ്മൾ സ്റ്റിച്ചിങ് പാസ് ചെയ്യുക കേട്ടോ. ഓക്കെ, സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് മാറ്റി നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം താഴെ നിന്ന് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് മടക്കി തുമ്പിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മീതിയായിട്ട് ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ. അത് 2 അറ്റത്തും ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് അതിന് 2നും കൂടി കൂട്ടി കണക്ട് ചെയ്ത് ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. ഈ ലൈൻ വരയ്ക്കേണ്ടത് സ്ലീവിൻ്റെ നല്ല പുറത്താണ് കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ 2.5 ഇഞ്ചിൽ ഈ വരച്ചിട്ടുള്ള ലൈനിന് നമ്മൾ ഫോൾഡ് ചെയ്ത് ഈ 2.5 ഇഞ്ചിൽ ഈ വരച്ചിട്ടുള്ള ലൈൻ സെൻറ്ററായിട്ട് വരുന്ന പോലെ ഫോൾഡ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ഡെക്കറേറ്റീവ് പർപ്പസിനാണ്, ഇത് മസ്റ്റല്ല, നിങ്ങൾക്ക് ഓപ്ഷനാണ്. ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു പോയിൻ്റ് കൂടെ ഇവിടെ മാർക്ക് ചെയ്യും. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കും കേട്ടോ. ഇതൊരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്, നിർബന്ധമുള്ളതല്ല, ഓരോരുത്തർക്കും ഓപ്ഷനാണ്. താല്പര്യമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് മറിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ പ്ലീറ്റ് പോലെ ഒരു ഞൊറിവ് പോലെ അങ്ങനെ കിടക്കും. അതിങ്ങനെ നമുക്ക് നമ്മുടെ തുണീൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിങ്ങനെ എത്ര പ്ലീറ്റ്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ 2 എടുക്കുന്നത്. ഇനി അടുത്തത് വീണ്ടും നമ്മൾ ഈ ജോയിൻറ്റിൽ നിന്ന് 4 ഇഞ്ച് മീതിയാണ് അടുത്ത ഒരു പ്ലീറ്റിനുള്ള ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് യോജിപ്പിക്കും. അതിനുശേഷം ഇപ്പോഴത്തെ പോലെ തന്നെ അടിച്ചതിന് ശേഷം 1/2 ഇഞ്ച് മേലെയായിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുത്ത് ഒരു പ്ലീറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളതിന് മേലെ കൂടെ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് വീണ്ടും അടിച്ചിട്ട് മറിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആക്കാനായിട്ട് ഞാനൊരു ചെറിയ ലൈസ്, ഒരു 1/4 ഇഞ്ച് വീതിയുള്ള ഒരു ലൈസ് കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പ്ലീറ്റ്സിൻ്റെ ഒരെണ്ണത്തിന് താഴെയും ഒരെണ്ണത്തിന് മേലെ ഇലാസ്റ്റിക്കിൻ്റെ മേലെയായിട്ടും ചെയ്തിട്ടുള്ള. ഇനി ഞാൻ ഇതിലേക്കൊരു 10 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ കേട്ടോ. ഏറ്റവും താഴെയുള്ള ഹോളി കൂടിയല്ല, അതിന് തൊട്ട് മേലെയുള്ള ഹോളി കൂടിയാണ് ഞാനിത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഏരിയ നമ്മൾക്കൊരു ഗ്യാതറിങ് പോലെ ഭംഗിയിൽ കിടന്നോളും. ഓക്കെ, ഇലാസ്റ്റിക് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും അതാത് സൈഡിലത്തെ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്യുക ആദ്യം. നൂല് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പ്ലീറ്റ്സിനെ നമുക്ക് ആവശ്യമുള്ള പോലെ സെൻറ്ററിലേക്ക് ഒന്ന് നീക്കി വയ്ക്കുക കേട്ടോ. അതിനുശേഷം ഈ 2 സൈഡും നമുക്ക് മീതെ ഒന്നായിട്ട് കയറ്റി വെച്ച് കൈയിൻ്റെ 2 തുമ്പും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക കേട്ടോ. ഇലാസ്റ്റിക് കുറച്ച് നിറുക്കി വെച്ചതിന് ശേഷം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് 2 കൈയും ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതെങ്ങനെയാണ് ഈ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കൈകൾ 2ഉം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തുണിയുടെ നല്ല വശം ചീർത്ത വശം മാർക്ക് ചെയ്യണം. അതിനുശേഷം നല്ല വശം 2 മുഖാമുഖം വരുന്ന പോലെ, അതായത് ഫേസ് ടു ഫേസ് ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തോടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, കയറി ഇറങ്ങി നിൽക്കാതെ കറക്റ്റായിട്ട് ലെവൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 2 വശവും നമുക്ക് ഒരുപോലെ തന്നെ ചെയ്ത് 2.5 വശവും ചേർത്തടിച്ച് വയ്ക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആംഹോൾ നിവർത്തി വെച്ചതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ സൈഡ് ജോയിൻ ചെയ്തിട്ടുള്ള ജോയിനിങ്ങും ആംഹോളിൻ്റെ സൈഡിൽ നമ്മുടെ സ്ലീവിൻ്റെ ജോയിനിങ്ങും ഇത് രണ്ടും ചേർന്നിരിക്കണം. അതായത് നല്ല വശം എടുക്കണം, നല്ല വശത്ത്
നല്ല വശം രണ്ടും ചേർത്ത് വയ്ക്കാം. അപ്പോൾ ചേർത്ത് വയ്ക്കുമ്പോൾ സൈഡിലടിച്ചുള്ള ജോയിൻറ്റും അതുപോലെ തന്നെ സ്ലീവ് കൂട്ടി യോജിപ്പിച്ചുള്ള ജോയിൻറ്റും, ഈ 2 ജോയിൻറ്റും ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പിന്ന് കുത്തി ഉറപ്പിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ സെൻറ്റർ പോർഷൻ യോജിപ്പിച്ചതിന് ശേഷം പതിയെ നമുക്ക് ആം ഹോൾ തിരിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വലിക്കൊന്നും ചെയ്യരുത് കേട്ടോ. വലിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ചുളി വീഴാൻ സാധ്യതയുണ്ട്. പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 വശവും ഇതുപോലെ ജോയിൻ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്ലോത്തിനെ മറച്ച് വയ്ക്കുക. എന്നിട്ട് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ അതൊന്ന് ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടെ അതിൻ്റെ മേലെ കൂടെ കൊടുക്കുക കേട്ടോ. സ്ലീവ് ഫിനിഷ് ചെയ്തതിന് ശേഷം അതായിട്ട് നമുക്ക് അതിൻ്റെ നെക്കാണ് കേട്ടോ ഫിനിഷ് ചെയ്യാനുള്ളത്. സ്ലീവ് എന്തായാലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിന് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത് കേട്ടോ. നെക്ക് പോർഷൻ ടച്ച് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നെക്കും സ്ലീവും അടങ്ങുന്ന ഏരിയനെ നമ്മളിതുപോലെ നിവർത്തി വയ്ക്കുക കേട്ടോ. ചീത്തവശം പുറത്ത് വരുന്ന ലെവലിൽ നന്നായിട്ട് നിവർത്തി വയ്ക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ഇടുക. നമ്മൾ നേരത്തെ സ്ലീവ് തയ്ക്കാനായിട്ട് വരിയിട്ട പോലെ തന്നെ ഒരു 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ഇടുക. ആ ലൈനുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്യട്ടെ. കാരണം ഈ ലൈനിലേക്കാണ് നമുക്കിനി തുണീനെ മടക്കി വെച്ച് അടിക്കാനുള്ളത്. അതിനുശേഷം നമ്മുടെ തുമ്പ് ഭാഗത്തെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ലൈനിലേക്ക് 3 ഇഞ്ചിൻ്റെ ലൈനിലേക്ക് മുട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഓൾ ഓവർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ചോ ഒരു 1/4 ഇഞ്ച് കഷ്ടിയായിട്ട് നമ്മൾ മടക്കി വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ആ മടക്കി 1/4 ഇഞ്ചിനെ ഈ 3 ഇഞ്ചിൻ്റെ ലൈനിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലൈനിൻ്റെ തുമ്പുമ്പോൾ കൂടെ ചേർത്ത് വെച്ച് അടിക്കട്ടെ. ഇത് നെക്കിൻ്റെയും സ്ലീവും ചേർത്ത് വരുന്ന നെക്ക് പോർഷനാണ്. നല്ല ഫിനിഷിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് സെയിം പോയിൻറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ഒരു ലൂപ്പ് പോലെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം. അത് നമുക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വീണ്ടും ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ചെറിയൊരു ചുളുക്ക് നെക്കിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്യാതറിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്ലീവിൽ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തതിന് കൂടെ ഒരു സ്റ്റിച്ച് പാസ് ചെയ്യുക കേട്ടോ. ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും ചേർന്ന് വരുന്ന ഫുള്ള് ചുറ്റും നമ്മളിതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ചിൽ ഒരു സിംഗിൾ സ്റ്റിച്ച് കടത്തി വിടുന്നുണ്ട്. നെക്ക് പോർഷനിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേസിന് നമ്മൾ ലൂപ്പ് ഇടുമ്പോൾ ഇലാസ്റ്റിക് ഹോളിലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. അടുത്തതായിട്ട് നെക്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇടുകയാണ്. ഇലാസ്റ്റിക് ഇടാനായിട്ട് ഞാനിവിടെ 24 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതൊരു 24 ഇഞ്ച് ലെങ്ത്താണ് അതിനുള്ളത്. ഈ 2 സൈഡ് അതിനുശേഷം നമ്മൾ ലൂപ്പിൽ കൂടെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇലാസ്റ്റിക്കിനെ 2 സൈഡും ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇലാസ്റ്റിക് ഇടാനായിട്ട് ഉപയോഗിച്ച് ഈ ഒരു ഹോളുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യും. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഒന്നിനും ഇതൊന്നായിട്ട് കയറ്റി വെച്ച് പലതവണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ രണ്ടും കൂടി ചേർത്ത് വെച്ച് അടിക്കുന്നതിനേക്കാൾ വൃത്തി ഉണ്ടായിരിക്കുന്നു, ഫിനിഷിംഗ് ഉണ്ടായിരിക്കുന്നു ഇതുപോലെ അടിക്കുമ്പോഴാണ്. അതിനുശേഷം ഇലാസ്റ്റിക് ഇടാൻ ഉപയോഗിച്ച് ഹോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ അടിഭാഗം ഫിനിഷ് ചെയ്യലാണ് കേട്ടോ. അടിഭാഗത്ത് നമ്മളിപ്പോൾ ഇലാസ്റ്റിക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1 സൈഡ് വിഡ്ത്ത് 25 ആണ്, 25 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 50 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് 20 ഇഞ്ച് ലെങ്ത്തുള്ള 3 പീസസ് ആയിരുന്നു. അപ്പോൾ ഈ 3 പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 60 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്യാം. നമുക്ക് 50 ഇഞ്ച് ആവശ്യമുള്ള അപ്പോൾ എക്സസിൽ നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി തന്നെ നമ്മൾ നമ്മുടെ ബോട്ടത്തിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. നല്ല വശം 2 ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വീണ്ടും തിരിച്ച് റൗണ്ട് ചെയ്ത് ജോയിൻ്റ് എത്തുമ്പോൾ
അവിടെ വെച്ച് ഒരു ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുക. അതിനുശേഷം രണ്ടറ്റങ്ങളും ചേർത്ത് പിടിച്ച് നീളനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആ പീസിൻ്റെ രണ്ടറ്റങ്ങളും നമ്മൾ അറ്റാച്ച് ചെയ്ത പീസിൻ്റെ രണ്ടറ്റങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഈ 2 വശം ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും അതിന് നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ റീസ്റ്റിച്ച് ചെയ്യണം കേട്ടോ, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ അറ്റാച്ച് ചെയ്ത പീസിൻ്റെ ജോയിൻ ചെയ്യാത്ത സൈഡിൽ നിന്നുള്ളൊരു 1/4 ഇഞ്ച് വീണ്ടും മടക്കി ഈ ഉടുപ്പിന് നമ്മുടെ ടോപ്പിനോട് ചേർന്നുള്ള തയ്യൽ തുമ്പിനെ ഇതിനകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം തയ്യൽ തുമ്പ് ഒട്ടും തന്നെ പുറത്ത് കാണാത്ത ലെവലിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യും കേട്ടോ. ഇവിടെയും ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് ഗ്യാപ്പ് ഇടണം ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ടോപ്പിൻ്റെ അടിഭാഗം ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഈ മടക്കി അടിച്ച ഈ ഹെമ്മിങ് പോർഷൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും ഒരു 20 ഇഞ്ചൊക്കെ ലെങ്ത്തുള്ള ഒരു ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം കേട്ടോ. ഇലാസ്റ്റിക് ഒന്നിനു മീതെ ഒന്നായിട്ട് വെച്ച് നേരത്തെ പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇലാസ്റ്റിക് പോർഷൻ നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഹോള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കളയണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഹോളുണ്ട്, നമുക്ക് ഈ ഹോള് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിനുശേഷം എക്സ്ട്രാ നിൽക്കുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഡ്രസ്സിനെ മറിച്ചിടാം. നല്ല വശത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട്. നമുക്കിനി കൈ ചെയ്തതിന് ശേഷം എന്താണെന്ന് നോക്കാം.